ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാർലിക് ബ്രെഡാണ് കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുള്ള ഗാർലിക് ബ്രെഡ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ, സിമ്പിളായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ചെറിയ ചൂടുള്ള വെള്ളം. അതിലേക്ക് 1 സ്പൂണോളം ഈസ്റ്റാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണോളം പഞ്ചസാര, 1/2 സ്പൂണോളം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ സാധാരണ നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയമൊന്നും വെക്കേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പാത്രങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. കുക്കറിലേക്ക് 2 കപ്പോളം മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്, 2 കപ്പോളം. അപ്പോൾ ഒരു 4 പേർക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പാകത്തിനാണ് കേട്ടോ ക്വാണ്ടിറ്റി. ഇനി ഇത് ഒറിഗാനോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, പിസയിൽ ഇടുന്നതാണ്. ഇത് നല്ല മണമാണ് കേട്ടോ. അതൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടും കിട്ടും. ഇനി ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 3 സ്പൂൺ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ബട്ടറാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ചൂടിൽ ഒഴിച്ച് വെക്കരുത് കേട്ടോ. നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെക്കുന്ന ചെറിയ ചൂട്, നമ്മൾ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ മാത്രമാണ് ഇങ്ങനെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. നല്ല മണമാണ് കേട്ടോ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, വെള്ളം വേണമെങ്കിൽ മാത്രം ചെറിയ ചൂടുള്ള വെള്ളം ഇതുപോലെ ഒരു 1/2 കപ്പിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കി മാത്രം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോക്കി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചെടുത്ത്, ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ് പരുവായി വരണ്ട. ഇനി ഇതിനെ നമുക്ക് ഒരു 1/2 അവർ, 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ബട്ടർ. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ, ചെറിയ വലിപ്പത്തിൽ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും 1/2 സ്പൂണോളം വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ 1 സ്പൂണ്, ഒറിഗാനോ 1/4 സ്പൂണോളം ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളിതിൽ കൂടുതലും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കുഞ്ഞായിട്ട് വേണം വെളുത്തുള്ളി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഭാഗത്തിരിക്കട്ടെ. 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല പാത്രങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി അടച്ച് വെച്ചാൽ മാത്രം മതി. തണുപ്പാണെങ്കിൽ കുറച്ച് ചെറിയ ചൂടുള്ള സ്റ്റവിൻ്റെ മേലെ കയറ്റി വെച്ചാലും മതി കേട്ടോ, നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. അത് ഇങ്ങനെ മറിച്ചിടുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ സാധാരണ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന ഡോ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നമ്മൾക്ക് വേറൊരു പലകയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ കട്ടിംഗ് ബോർഡാണ് ഇത് കേട്ടോ, ഇതിൻ്റെ മേലാണ് ഇട്ട് കൊടുക്കുന്നത്. ചപ്പാത്തി പലകയാണെങ്കിൽ അതിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മൈദാപ്പൊടി ഒന്ന് ഇതുപോലെ ചുറ്റും തൂവി കൊടുത്ത് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ്. കുറച്ചും കൂടെ കട്ടിയിൽ നമ്മളിതിനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. നല്ല മണമാണ്. നമ്മളിതിൽ ഒറിഗാനോ ചേർത്തത് കൊണ്ട് തന്നെ ഈ ഡോ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. കുറച്ച് കട്ടിക്കാണ് കേട്ടോ. ഗാർലിക് ബ്രെഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസാണ്. വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഫോർക്ക് വെച്ച് ഒന്നിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഹോളിട്ട് കൊടുക്കണം. അത് ഒരുപാട് നമ്മളിങ്ങനെ പപ്പടം പോലെ ഇങ്ങനെ പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ.
ഇത് രണ്ടും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. സ്പ്രിങ് ഓണിയനും വെളുത്തുള്ളിയാണ്. ഇതിങ്ങനെ റോ ആയിട്ട് തന്നെ പച്ചയ്ക്ക് തന്നെ നമ്മളിതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അതിങ്ങനെ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയല്ല സാധാരണ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുക. നമ്മളിത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ടിൽ നിന്നും ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പച്ചക്കറികൾ എന്താണോ ഉള്ളത്, ഇതിൽ കൂടുതലും ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ഓപ്ഷനിലാണ്. എനിക്കിത് കിട്ടിയതുകൊണ്ടാണ്. ഇതൊരു മധുരമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ സമയത്തൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം സ്വീറ്റ് കോണൊന്നും ഇല്ലെങ്കിലും സവാള ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തക്കാളിയുടെ പൾപ്പ് കളഞ്ഞിട്ട് അത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതൽ കുട്ടികൾക്കാണ് ഈ ഗാർലിക് ബ്രെഡൊക്കെ ഇഷ്ടം. ഇനി ഞാനിവിടെ ചീസാണ്, മൊസറല്ല ചീസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇത് അങ്ങനെ സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന ചീസാണിത്. അപ്പോൾ ഇത് കിട്ടാനില്ലെങ്കിൽ നമ്മൾക്ക് അമുലിൻ്റെ കിട്ടും. നല്ല ചെറിയ സ്ക്വയർ ആയിട്ടുള്ളത് കിട്ടും. അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കി എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല രുചിയാണ്. സാധാരണ ഗാർലിക് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിത് ഫില്ലിങ് ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി കുറേശ്ശെ ഇതിൻ്റെ മേളിലും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ തന്നെ നമുക്കിതിനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതിങ്ങനെ ചുരുട്ടി എടുത്താൽ മതി. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ബേക്കായി വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഒരു തരി പോലും ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് വരുന്നൊരു ഹോൾ ഉണ്ടാവാൻ പാടില്ല. അത്രയും നന്നായിട്ട് ഇതിനെ ഇതുപോലെ വൃത്തിയായിട്ട് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗാർലിക് ബ്രെഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2-3 ലൈന് കാണില്ലേ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ശരിക്കും ഇങ്ങനെ നമ്മൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഗാർലിക് ബ്രെഡും കൂടെ ഓർഡർ ചെയ്യാറില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക. ഇനി ബാക്കിയുള്ള ഈ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഒറിഗാനോയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു മണമാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കുറച്ച് കൂടുതലെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ബിരിയാണി ചെമ്പാണ് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് എല്ലാവരും. ഇത് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പാത്രം ഒന്നും വേണമെന്നില്ല. ഇതുപോലത്തെ ഒരു പാത്രം, ചൂട് കട്ടിയുള്ളൊരു പാത്രം മതി. ഉപ്പ് ഇതുപോലെ ഇട്ട് നിരത്തി കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ചൂടുള്ള ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടാവാൻ ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഞാനിത്. നമ്മളിതിൽ പല വീഡിയോയിൽ ഇടാറുണ്ട് ഈ ഒരു പ്ലേറ്റ്. സ്റ്റീൽ പ്ലേറ്റിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മേളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗാർലിക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏത് പാത്രമാണോ നമ്മുടെ ബിരിയാണി ചെമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാവും നല്ലത്. ആദ്യം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഉപ്പൊക്കെ ഇട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മൂടി മാറ്റി ഇത് ഇങ്ങനെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കൈയൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒരു 45 മിനിറ്റ് നമ്മൾ ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. കറക്റ്റ് 45 മിനിറ്റിലാണ് നമ്മൾക്കിത് ബേക്കായി കിട്ടുകയുള്ളൂ. കുറച്ച് കട്ടിയിൽ നമ്മൾ ഇത് പരത്തിയെടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് 45 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് വേറെ പാത്രങ്ങളോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 45 മിനിറ്റാണ് എനിക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വന്നിട്ടുള്ള സമയം കേട്ടോ.
നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഇത് ശരിക്കും ഇങ്ങനെ ബേക്കായി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഈ അടുക്കള മൊത്തം ഭയങ്കര ഒരു മണമാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്തിട്ടിട്ടാണ് നമുക്കിത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ